റിമോട്ടോട് വയ്ക്കുകയാണ്. ഇനി വണ്ടി കയറി പോകണമൊക്കെ നോക്കും. നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. യെസ്, കണ്ട അതാണ് ആ മൂവ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വണ്ടി നമ്മൾ മേടിക്കുന്നത് തന്നെ. ഹലോ, അപ്പോൾ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് MJXൻ്റെ H180 നമ്മുടെ കയ്യിൽ എത്തിയിട്ടാ. കുറച്ച് നാളെ ഇത് ഓർഡർ ചെയ്തിട്ട് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ റിവ്യൂ എടുക്കാം. വണ്ടി ഫസ്റ്റ് ഇംപ്രഷനൊക്കെ നൈസാണ്, ലുക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ അൺബോക്സിങ്ങും പരിപാടിയൊന്നുമില്ല. വണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് കഴിഞ്ഞിട്ട് ബോക്സ് ഇതാണ് ബോക്സിൻ്റെ ഒരു സൈഡ് വരുന്നത്. ഫോണിൻ്റെ ഒഫീഷ്യൽ ലൈസൻസ് ബാഡ്ജിങ് അവിടെ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ കണ്ട കുറച്ച് പാർട്സിൻ്റെ ഫോട്ടോ ഉണ്ട്. ഈ സൈഡിൽ പിന്നെയും വണ്ടിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ബാക്കിൽ ഈ സെയിം ഫോട്ടോ തന്നെ. പിന്നെ മേലെ ചെറുതായിട്ടൊരു ബ്ലൂ പ്രിൻറ്റ് പോലെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് വരുന്നത് റിമോട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറേ പേര് ചോദിക്കാറുള്ള ഒരു സംഭവമുണ്ട്, ത്രോട്ടിൽ ട്രിം ഉണ്ടോ എന്നുള്ളത്. കണ്ട ത്രോട്ടിൽ ട്രിം ഉണ്ട്. അതായത് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെ സ്ലോയിൽ അഴിഞ്ഞ് പൊക്കോളും, താനെ അഴിഞ്ഞ് പൊക്കോളും. പിന്നെ അത്യാവശ്യം നല്ല പവർ ഉണ്ട്, നല്ല ടോർക്ക് ഉണ്ട് ആ ഒരു സെറ്റപ്പിന്. അപ്പോൾ ഒബ്സ്റ്റക്കിൾസ് ഒന്നും വന്നാൽ സ്പീഡ് കുറേ പരിപാടിയൊന്നുമില്ല. പിന്നെ സ്റ്റിയറിംഗ് ട്രിം, അങ്ങനത്തെ ട്രിം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്, ചാനൽ 3 ലൈറ്റിൻ്റെ സ്വിച്ച്. പിന്നെ ഇതാണ് നമ്മുടെ 3 മോഡ്സ് എടുക്കണം കേട്ടോ. ഇത് ഗിയർ ബോക്സിനുള്ള ഒരു സെർവോ വെച്ചിട്ട് 3 മോഡ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഫസ്റ്റ് മോഡ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഡിഗ് മോഡ് എന്ന് പറയും. അതായത് ബാക്ക് വീല് ലോക്കായിട്ട് ഫ്രണ്ട് വീല് മാത്രം കിടന്ന് കറങ്ങും. സെൻറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് വീൽ ഡ്രൈവ്, അതായത് ബാക്ക് വീല് ജസ്റ്റ് ന്യൂട്രൽ പോലെ ഫ്രീ ആയിട്ട് കറങ്ങും. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കും. ഫ്രണ്ടിൽ 2 വീലും മാത്രം പവർ ഉണ്ടാവും. ഇത് 4 വീൽ ഡ്രൈവ് മോഡ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ 4 വീലും ഒരുമിച്ച് കറങ്ങും. 4 വീൽ ഡ്രൈവ് മോഡിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് റിമോട്ട് വരുന്നത്. ഒരു 4 ബാറ്ററി ഇടയിൽ 2 ബാറ്ററി വരുന്നത്, ജസ്റ്റ് താഴെ 2 ബാറ്ററി റിമോട്ടിൽ വരുന്നത്. അതുപോലെ പിന്നെ അടുത്ത സാധനങ്ങൾ വെച്ചാൽ ഒരു LNK ഉണ്ട്. അതായത് അത്യാവശ്യം കുറച്ച് പാർട്സ് അഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു LNK യൂസ് ചെയ്യും. കാരണം വണ്ടിയുടെ താഴെ കണ്ട മിക്കതും ഹെക്സ് സ്ക്രൂസാണ് വരുന്നത്. അപ്പോൾ അഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു LNK ഉണ്ട്. എല്ലാം അഴിക്കാൻ പറ്റില്ല, ഒരുവിധ സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റും ഈ LNK വെച്ചിട്ട്. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, പിന്നെ ഒരു വീൽ റഞ്ച്, പിന്നെ ഒരു ചാർജിങ് കേബിൾ, പിന്നെ നമ്മുടെ യൂസർ മാനുവൽ. ഇത്രയും സാധനങ്ങളാണ് വണ്ടിയിൽ വരുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഇതാണ് വണ്ടി കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും 1:18 സ്കെയിലാണ്. അപ്പോൾ ഒരു ചെറിയ വണ്ടിയാണ്, പക്ഷേ ശരിക്കും നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കാണുമ്പോൾ അത് ഭയങ്കര വലിയ വണ്ടിയായിട്ട് ഫീൽ ചെയ്യും. ശരിക്കുള്ള സൈസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഞാൻ MN82 അടുത്തൊന്ന് വെച്ച് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു സൈസ് കമ്പാരിസൻ്റെ ഇത് വരുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് വെച്ച് കാണിച്ചു തന്നാ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൈസ്. കാരണം എൻ്റെ കയ്യിൻ്റെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ജസ്റ്റ് ഇതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ പാർട്സിൻ്റെ കാര്യമൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പോകാം. ആദ്യത്തെ കാര്യം ടയർ അത്യാവശ്യം ഗ്രിപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം ഗ്രിപ്പുണ്ട്, പക്ഷേ കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യും. കുറച്ച് അങ്ങനെ പ്രസ് ആവുന്ന ടൈപ്പല്ല. അപ്പോൾ കുറച്ച് ഹാർഡാണ്, എന്നാലും അത്യാവശ്യം ഗ്രിപ്പുണ്ട്. ഞാൻ ഉള്ളിൽ ഓടിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം ഗ്രിപ്പ് ഫീൽ ചെയ്തു. പുറത്തേക്ക് ഞാൻ ഇറക്കിയിട്ടില്ല. നമുക്ക് എന്തായാലും ഓടിച്ച് ടെസ്റ്റ് അടിച്ച് നോക്കാം. പിന്നെ ഇത് വേണമെങ്കിൽ ടയർ മാത്രമായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. കാരണം കണ്ട ഉള്ളിൽ ഒരു ബീഡ് ലോക്ക് പോലത്തെ സെറ്റപ്പാണ്. അപ്പോൾ വേണമെങ്കിൽ വേറെ ടയർ മേടിച്ചിട്ട് ഇടാൻ പറ്റാവുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സെയിം റിം സൈസ് 1 ഇഞ്ച് റിം ആയിട്ട് ഫീൽ ചെയ്യണം കാണുമ്പോൾ. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ടയർ മാത്രമായിട്ട് വേണമെങ്കിൽ വേറെ മേടിച്ചിടാൻ പറ്റും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ലുക്ക് ഒന്നും പറയാനില്ല. നമ്മുടെ മറ്റേ ഫോർഡ് ബ്രോങ്കോൻ്റെ 1/12 സ്കെയിലിൻ്റെ ആണെങ്കിലും മറ്റേ 8 സ്കെയിലിൻ്റെ ആണെങ്കിലും ഏകദേശം ആ സെയിമിലെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ബോഡി ഓപ്പൺ ചെയ്യാനാണെങ്കിൽ അത് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റ് ഉണ്ട് ഇവിടെ. ഈ ഒരു മാഗ്നറ്റിലാണ് ലോക്കായി നിൽക്കുന്നത്. ഈ ഒരു മാഗ്നറ്റും പിന്നെ ഈ ഒരു സൈഡിലൊരു ഹിഞ്ച്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ എളുപ്പം. പിന്നെ ബാറ്ററി ആണെങ്കിൽ കണ്ടോ ഒരു 7.4 വോൾട്ട് 500 mAh ലിഥിയം പോളിമർ ബാറ്ററി കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബാറ്ററി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ JST 2 പിൻ കണക്ടറാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ ബാറ്ററി അപ്ഗ്രേഡ് ചെയ്യലും പരിപാടിയൊന്നും നടക്കാൻ ചാൻസ് ഇല്ല. കാരണം സ്പേസ് കുറവാണ്. ഇതിങ്ങനെ കുറേ സ്പേസ് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സ്പേസ് കുറവാണ്. ആകെ കുറച്ച് സ്പേസ് ഉള്ളത് ഇതിൻ്റെ മേലെ ഈ ഒരു ഭാഗത്താണ് കുറച്ച് സ്പേസ് ഉള്ളത്. കാരണം ഇത് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ കണ്ടോ, ഈ ഉള്ളിൽ കാണുന്ന സെർവോൻ്റെ ഇത് കണ്ട സെർവോ ഇങ്ങനെ മേലേക്ക് നിൽക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ മേലുള്ള സെർവോ. ഈ ഒരു സെർവോ ഇങ്ങനെ കറക്റ്റ് മേലേക്ക് കയറിക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ സ്പേസ് കുറവാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ESC റിസീവർ എല്ലാം കൂടിയിട്ടുള്ള മോഡ്യൂൾ വരുന്നത്. ലൈറ്റ് കൺട്രോളിൻ്റെ മോഡ്യൂൾ ഇവിടെ വരുന്നത്. അപ്പോൾ ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓണാകും. പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം ഗിയർ ബോക്സ് കണ്ട. ഗിയർ ബോക്സ് അത്യാവശ്യം നല്ലൊരു ഗിയർ ബോക്സ് കേട്ടോ. കാരണം ഈ ഒരു ഗിയർ ബോക്സും സെർവോ ഒക്കെ കറക്റ്റ് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഒറ്റ പീസാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സെർവോണ് മറ്റേ 3 മോഡ്സ് കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ കാണിച്ച 3 മോഡ്സ്. പിന്നെ ഇതിൻ്റെ മോട്ടറാണെങ്കിൽ കണ്ട ഒരു ചെറിയൊരു ബ്രഷ്ലെസ് മോട്ടറാണ്. ഒരു 1606 സൈസിൽ വരുന്ന 4200 kVയുടെ ഒരു ബ്രഷ്ലെസ് മോട്ടർ വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിൽ കറങ്ങും. പക്ഷേ വണ്ടിക്ക് സ്പീഡ് കുറവായിരിക്കും കേട്ടോ. കാരണം നല്ല റിഡക്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല റിഡക്ഷനുള്ള ഗിയർ ബോക്സ്. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ചധികം കറങ്ങി കഴിഞ്ഞാൽ ഈ വീല് കുറച്ചെങ്കിലും നീങ്ങുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ടോർക്ക് ഉണ്ട് ഇതിന്. പിന്നെ ഡ്രാഗ് ബ്രേക്കിൻ്റെ ആവശ്യമില്ല ഈ വണ്ടിക്ക്. കാരണം ഒരു കയറ്റത്ത് നിർത്തി കഴിഞ്ഞാൽ വണ്ടി അവിടെ നിന്നോളൂ. അത്രയ്ക്ക് റിഡക്ഷൻ ഉണ്ട് ഈ ഒരു ഗിയർ ബോക്സിന്. അപ്പോൾ ഡ്രാഗ് ബ്രേക്കിൻ്റെ ആവശ്യമില്ല. ഡ്രാഗ് ബ്രേക്ക് എന്നുള്ള ഓപ്ഷനൊന്നും കാണാനും ഇല്ല ഇതിൽ. പിന്നെ ഇതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ ആക്സിൽ കാര്യങ്ങളൊക്കെ പോർട്ടൽ ആക്സിലായിട്ടാണ് വരുന്നത്. അതായത് കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുകൊണ്ടാണ് ആ ഒരു വീലിരിക്കുന്നുണ്ടല്ലേ. ഇതൊരു പോർട്ടൽ ആക്സിലാണ് വരുന്നത്. പിന്നെ താഴത്തെ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ മെറ്റലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പാർട്സിൻ്റെ കാര്യത്തിലൊക്കെ. ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം.
അതിൽ ആദ്യത്തെ കാര്യം നമുക്ക് ഷോക്സ് വെച്ചിട്ട് തുടങ്ങാം. ഇത് കണ്ട, ഈ ഷോക്സ് അത്യാവശ്യം ഡീസൻറ്റ് ഷോക്ക് കേട്ടോ. പക്ഷേ എന്താ കാര്യം എന്നറിയൂ, ഇത് ഓയിൽ ഫില്ല് ഷോക്സ് ആണെന്നാണ് കുറേ പേര് പറഞ്ഞത്. പക്ഷേ ഇതിൽ ഓയിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് കിട്ടിയ കണ്ടീഷനിൽ ഒറ്റ ഷോക്കിൽ ഓയിലില്ല. ലീക്കായി പോയതൊന്നുമല്ല, അതിനുള്ള പാടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ ഓയിലില്ല. ചിലപ്പോൾ MJX അങ്ങനെ ഇറക്കണതായിരിക്കും നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ തുറന്നു നോക്കിയപ്പോൾ അതിൽ സീല് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ഓയിലില്ല. അപ്പോൾ അതെനിക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. അവർക്ക് ഓയിൽ ഫില്ല് ചെയ്തിട്ട് വേണമെങ്കിൽ അയക്കായിരുന്നു. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോക്കിൻ്റെ ബോഡി കണ്ട, ത്രെഡഡ് ആയിട്ടുള്ള ബോഡി. ഈ ത്രെഡ്സ് കണ്ട ഇവിടെ തൊട്ട് ഇവിടെ ഫുള്ള്. ഈ ത്രെഡ് ശരിക്കും പറഞ്ഞാൽ ഒരു യൂസ് ഇല്ലാത്ത ലെവലിൽ വെച്ചിട്ടുള്ളത്. കാരണം എന്താ പറയുക, ഈ ത്രെഡ്, ഈ ഒരു കോളർ കണ്ട, ഈ ഒരു ബ്ലാക്ക് കോളർ, ഈ ഒരു സംഭവം ശരിക്കും ഒരു ത്രെഡഡ് ആയിട്ടുള്ള കോളർ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അതായത് വണ്ടിയുടെ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ബോഡിയുമേ ത്രെഡ് ഉണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും ഇത് കുറ്റം പറയാൻ പറ്റില്ല. ഇതൊരു പ്ലാസ്റ്റിക് ഡ്രൈവ് ഷാഫ്റ്റാണ് വരുന്നത്. അത് എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് എന്തായാലും ഓടിച്ച് നോക്കാം. പക്ഷേ ഇത് അങ്ങനെ ഒരു കുറ്റം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുവിധം 1/18 സ്കെയിൽ വണ്ടികളുടെയൊക്കെ പ്ലാസ്റ്റിക്കാണ് ഡ്രൈവ് ഷാഫ്റ്റ് വരുന്നത്. അപ്പോൾ പിന്നെ അത്ര ചെറിയ വണ്ടിയല്ല, അത്ര ലോഡ് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും പ്ലാസ്റ്റിക് കൊടുത്തത്. അപ്പോൾ അത്രയ്ക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഒറ്റ നോട്ടത്തിൽ ഇതൊക്കെയാണ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഇനി ബാക്കി നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് തീരുമാനിക്കാം. അപ്പോൾ നമുക്കിനി വണ്ടി ഓൺ ചെയ്യാം. അതേ ബാറ്ററി കണക്ട് ചെയ്ത് ഇനി ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓണാകും. ദേ പച്ച ലൈറ്റ് കത്തി വണ്ടി ഓണായി. ലൈറ്റ് കത്തുന്നു, റിമോട്ട് ഓൺ ചെയ്തു. ലൈറ്റ് മോഡ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റുള്ള ലൈറ്റ് മോഡ്. കണ്ടോ, കുറേ വെള്ള ലൈറ്റും ഒരു വാം വൈറ്റ്, ഒരു യെല്ലോയിഷ് ലൈറ്റ്, പിന്നെ ഒരു ടോപ്പിലൊക്കെ ലൈറ്റ് ഉണ്ട്. ബാക്കിലെ പോലെ തന്നെ റിവേഴ്സ് ലൈറ്റും ഇതാണ് ബ്രേക്ക് ലൈറ്റ്. റിവേഴ്സ് ലൈറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ റിവേഴ്സ് എടുക്കുമ്പോൾ റിവേഴ്സ് ലൈറ്റ് ഇറക്കി കാണാം. അതുപോലെ തന്നെ ലൈറ്റിന് മറ്റേ വലിയ ബ്രോങ്കോ പോലെ തന്നെ 2-3 മോഡ്സ് ഉണ്ട്. ആദ്യത്തെ മോഡ് ഇത് കണ്ട, ഇങ്ങനെ ബ്ലിങ്കാവും. പിന്നെ ഒന്നുകൂടി പ്രസ് ചെയ്താൽ ഇങ്ങനെ അതിങ്ങനെ മാറി കളിക്കണ്ട കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ബ്ലിങ്കാവും. പിന്നെ ഇത് അടുത്ത മോഡ്. അപ്പോൾ ഇതൊക്കെയാണ് ലൈറ്റിൻ്റെ മോഡ്സ് വരുന്നത്. പുറത്തിറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ സ്ലോ സ്പീഡ് കൺട്രോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് ഏറ്റവും എത്ര സ്പീഡ് കുറവിൽ പോകാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരാം. ഇത് നോക്കിക്കോ കണ്ടോ, ഇത്ര സ്ലോയിൽ ഇങ്ങനെ ഇഴച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടി. ഇങ്ങനെ ഇഴഞ്ഞു പോവും. ഈ ഒരു മൂവ്മെൻറ്റിൽ, ഈ ഒരു സ്പീഡിൽ ആ മോട്ടറിൻ്റെ മൂവ്മെൻറ്റ് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ട, മോട്ടറിൻ്റെ മൂവ്മെൻറ്റും വീലിൻ്റെ മൂവ്മെൻറ്റും ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഇതാണ് നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മോട്ടറിൻ്റെ കാര്യം പറയുമ്പോൾ സെർവോൻ്റെ കാര്യം പറയണം. നല്ല സ്പീഡുള്ള സെർവോ ആയിട്ടോ, നല്ല റെസ്പോൺസ് ഉണ്ട്, നല്ല ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടുള്ള സെർവോയാണ്. ഇനി നമുക്ക് വണ്ടി നേരെ പുറത്തേക്ക് ഇറക്കാം. അത്യാവശ്യം കുറച്ച് കല്ലും ഇതൊക്കെ ഉള്ളൊരു ഏരിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ നമുക്കൊന്ന് വണ്ടിയുടെ ആർട്ടിക്കുലേഷനും പിന്നെ ആ ഒരു പവറും മൂവ്മെൻറ്റൊക്കെ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഓടിച്ച് നോക്കാം. ഒച്ചയും പേടൊന്നുമില്ല കേട്ടോ, നല്ല സൈലൻ്റാണ്. അതായത് മോട്ടർ സൈലൻ്റാണ്, ഗിയർ ബോക്സിൻ്റെ ചെറിയൊരു അച്ചുണ്ട്. ഇതിപ്പോൾ ഷോക്കിൽ ഓയിലൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. ഓയിൽ ഫിൽഡ് ആണെന്നാണ് പറയണത്. പക്ഷേ ഓയിൽ ഉണ്ടായിരുന്നില്ല കിട്ടിയപ്പോൾ. ഞാൻ കിട്ടിയ കണ്ടീഷനിൽ തന്നെ ഇപ്പോൾ വണ്ടി ഓടിക്കണം. ഇനി നമുക്ക് കുറേ പേര് ചോദിക്കാറുള്ളൊരു സംഭവം ഉണ്ട്, ഈ ത്രോട്ടിൽ ട്രിമ്മിൻ്റെ കാര്യം. അതായത് ക്രൂയിസ് കൺട്രോൾ പോലെ സെറ്റപ്പ് ഉണ്ടാകും. അപ്പോൾ ഇത് ഈ ഒരു ത്രോട്ടിൽ ട്രിമ്മ് നമ്മൾ കുറച്ചൊന്നും തിരിച്ച് കഴിഞ്ഞാൽ വണ്ടി അതിനനുസരിച്ച് ഇങ്ങനെ മൂവ് ആയി തുടങ്ങുന്നുണ്ടോ. അപ്പോൾ എത്ര തിരിക്കണോ അതിനനുസരിച്ച് സ്പീഡ് കൂടും. ഒരു ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പൊക്കോളൂ. ഇതിപ്പോൾ കുറച്ച് തിരിച്ചടച്ചു, ഞാൻ ത്രോട്ടിൽ തൊടുന്നില്ല. ഞാൻ റിമോട്ട് ഇവിടെ മാറ്റിയിരിക്കാം. റിമോട്ടോടെ വയ്ക്കുകയാണ്. ഇനി വണ്ടി കയറി പോകണമൊക്കെ നോക്കിക്കോ. ഒരു കാര്യം ചെയ്യുക, ഒരു കല്ലൊക്കെ വെച്ച് കൊടുത്ത് നോക്കാം, കയറുമോ നോക്കാം. നമ്മൾ ത്രോട്ടിലുമേ തൊടാണ്ട് കല്ലൊക്കെ കയറുമോ എന്നുള്ളത് നോക്കാം. കണ്ട, അതിന് ഈ FOC എന്നൊക്കെ പറഞ്ഞ സംഭവമില്ലേ, അതില്ലെങ്കിലും ഇതിന് ആ സംഭവം ഇല്ലെങ്കിലും വണ്ടി ഇങ്ങനെ കയറി പൊക്കോളും. എക്സ്ട്രാ വേണമെങ്കിൽ കല്ല് പിന്നെയും വയ്ക്കാം. റിമോട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ത്രോട്ടിൽ കൂട്ടുന്ന കുറയ്ക്കുന്ന ഒന്നും ചെയ്യുന്നില്ല. വണ്ടി ഇങ്ങനെ പിടിച്ച് കയറി പൊക്കോളും. അത്യാവശ്യം സ്പീഡ് ഉണ്ട് കേട്ടോ. എനിക്ക് ഏകദേശം നമ്മുടെ MN82 ഒക്കെ ഒരു സ്പീഡ് പോലെ ഫീൽ ചെയ്യണം. എന്തായാലും നമുക്ക് വേണ്ടി സ്പീഡ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ആരോ പറഞ്ഞു ഈ 12 കിലോമീറ്റർ സ്പീഡ് കിട്ടുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കണം. എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് മിക്കവാറും ഒരു 5 മാക്സിമം 6 കിലോമീറ്റർ സ്പീഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഗ് മോഡ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കണം. അത് ഈ ആദ്യത്തെ ഇത് നേരെ ഫസ്റ്റ് മോഡിൽ കിട്ടുക ഡിഗ് മോഡായി. അതായത് ബാക്ക് വീൽ ഇപ്പോൾ ലോക്കാവും. ബാക്ക് വീൽ ലോക്കാവും വേണം, ഫ്രണ്ട് വീൽ മാത്രം ഇറങ്ങും. ഇതാണ് ഡിഗ് മോഡ്. ഇവിടെ കുഴിക്കാനായിട്ട് ഇവിടെ ചെമ്മണ്ണായതുകൊണ്ട് നല്ല ഹാർഡായിട്ടുള്ള സർഫസ്. അപ്പോൾ അങ്ങനെ കുഴിഞ്ഞു പോകുന്നില്ല, അല്ലെങ്കിൽ നൈസായിരിക്കും. ഇത് ഇവിടെ എങ്ങനെ ബിഹേവ് ചെയ്യാൻ നോക്കാം. ഡിഗ് മോഡ് വേണ്ട,
ഇതാണ് ഡിഗ് മോഡ്. പിന്നെ സെക്കൻഡ് മിഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡായിരിക്കും. ഇപ്പോൾ ഫ്രണ്ട് വീലിൽ മാത്രം പവർ ഉണ്ടാവും. കണ്ടാ, ബാക്ക് വീൽ റിലീസായില്ലേ? റിലീസായി. ഈ ഒരു മോഡിൽ വേറൊരു ഗുണമുണ്ട് കേട്ടോ. ഈ ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡ് ഇട്ട് കഴിഞ്ഞാലേ വണ്ടി ചെറിയ ഏരിയയിലിട്ട് തിരിക്കാൻ പറ്റും. പെട്ടെന്ന് ചെറിയ ഏരിയയിൽ വളയ്ക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അത് ഇതിപ്പോൾ നോക്കിക്കോട്ടെ, അത് മണ്ണിലാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡ് ആ സെൻറ്ററിലത്തെ മോഡിൽ കിട്ടും. ഇനി തിരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി വളച്ച് കഴിഞ്ഞാൽ ചെറിയ ഏരിയയിൽ കിടന്ന് ഇറങ്ങിക്കോളൂ. അത് കണ്ടോ? ഇനി ഈ സെയിം സംഭവം നമ്മൾ ഇപ്പോൾ ഞാൻ അത് മാറ്റി 4 വീൽ ഡ്രൈവ് ഇട്ടെന്ന് വിചാരിക്കുക. 4 വീൽ ഡ്രൈവ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ഥലം വേണ്ടി വരും വണ്ടി വളയ്ക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ? ഇതേ മണ്ണിലൊന്നും നോക്കിക്കോട്ടെ, ഡിഗ് മോഡ് കുഴിച്ച് പൊക്കോളം എടുക്കാം. അതെ, അവർ പറഞ്ഞ പോലെ ഡിഗ് ചെയ്തൊരു കുഴി ഉണ്ടായിട്ടോ അവിടെ. ഇനി ഇതിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ നേരെ വണ്ടി എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡിലിട്ട് നോക്കാം. ഫ്രണ്ട് വീൽ ഡ്രൈവിൽ ഈ കുഴി കയറുമോ നോക്കാം. ഇല്ല, കയറില്ല. ഇനി 4 വീൽ ഡ്രൈവ് ഇടാം. സിമ്പിൾ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ട്, ഇതിൽ ഡ്രാഗ് ബ്രേക്ക് ഉണ്ട് കേട്ടോ. കാരണം അങ്ങനെ ഫീച്ചറായിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളൂ. ഫുൾ ടൈം ഡ്രാഗ് ബ്രേക്ക് ആക്റ്റീവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഓഫ് ചെയ്തിട്ടും ഓൺ ചെയ്തിട്ടുള്ള ടയറിൻ്റെ ഒരു പിടുത്തം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഡ്രാഗ് ബ്രേക്ക് ഉണ്ട്. ചെറിയൊരു കയറ്റം കയറ്റി നോക്കാട്ടോ. ആ ടയർ കുറച്ച് വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ. സ്റ്റോക്ക് ടയർ ഗ്രിപ്പ് ഉണ്ടെങ്കിലും കറക്റ്റ് ആ കോണ്ടാക്റ്റ് കിട്ടണില്ല. കുറച്ച് ഹാർഡ് ടയറായി കാരണം. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. കയറിപ്പോക്കോളും. ഇത് അവിടെ വിട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഡ്രാഗ് ബ്രേക്ക് പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ച് ട്രാക്ഷൻ്റെ പ്രശ്നമുണ്ട്. ടയർ ഒന്നും കൂടി സെറ്റായി കഴിഞ്ഞാൽ വണ്ടി നൈസായിരിക്കും കേട്ടോ. കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ടയർ. ഗ്രിപ്പ് ഉണ്ട്, പക്ഷെ ആ ഒരു കോണ്ടാക്റ്റ് കിട്ടണില്ലേ കറക്റ്റ്. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ സംഭവം നൈസായിരിക്കും. അത് മറയും മിക്കവാറും. ഇല്ല, കയറിയ അവിടെ നിന്ന് കയറാൻ വഴിയില്ല. എന്നെ ഇടിച്ച് കയറേണ്ടി വരും. ഫ്ലെക്സ് ടയർ ചെറിയൊരു വിഷയമാണ്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഗ്രിപ്പിൻ്റെ പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല. യെസ്, കണ്ട അതാണ് ആ മൂവ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വണ്ടി നമ്മൾ മേടിക്കുന്നത് തന്നെ. അങ്ങനത്തെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡോമീറ്ററൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനിൽ GPS സിഗ്നൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്തതിൽ വെച്ചാൽ ഏറ്റവും സ്ലോ ആയിട്ടുള്ള സ്പീഡ് ടെസ്റ്റ് ആയിരിക്കും. എത്രയുണ്ട് നോക്കാം.
6 കിലോമീറ്റർ സ്പീഡ് ഉണ്ട് കേട്ടോ. 9 അല്ല, അതെ ഇങ്ങനെയാണ് ഓടിക്കേണ്ടത്. 6 കിലോമീറ്റർ. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. കാരണം വെച്ചാൽ M182 എനിക്ക് കിട്ടിയത് 5 കിലോമീറ്റർ സ്പീഡ് കിട്ടിയത് സ്റ്റോക്ക് കണ്ടീഷനിൽ. അപ്പോൾ അതിലും ബെറ്ററാണ്. കാരണം ഇത് 1/18 സ്കെയിലാണ്. അപ്പോൾ ചെറിയൊരു ക്രോളറാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ള സ്പീഡ് ഉണ്ട് കേട്ടോ. 6 km/h. അപ്പോൾ അതൊക്കെയാണ് ഡീറ്റെയിൽസ്. വണ്ടി നൈസാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ബാറ്ററി ലൈഫ് കിട്ടുന്നത് ഏകദേശം 40-50 മിനിറ്റ്, 40 to 50 മിനിറ്റ് റേഞ്ചിൽ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ സ്ലോയിൽ ഓടിച്ചു, സ്പീഡിൽ ഓടിച്ചു, പിന്നെ ഇതിലുള്ള 3 ഡിഫറെൻറ്റ് മോഡ്സിലൊക്കെ ഓടിച്ച് നോക്കിയിട്ട് ഏകദേശം 50 മിനിറ്റ് റേഞ്ചിൽ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഓവറോൾ പാർട്സ് ഒരു ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ അത്രയ്ക്ക് റഫ് യൂസ് ചെയ്തില്ലേ വണ്ടി. കാരണം മെയിനായിട്ട് ഇത് 1/18 സ്കെയിൽ വണ്ടിയാണ്, ചെറിയൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഓടിച്ച ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ M182 HP ടോയ്സും ഒക്കെ ഓടിച്ച ആ ഒരു ട്രാക്കിൽ ഇത് ഓടിച്ചപ്പോൾ അതിനേക്കാളും ബെറ്ററായിട്ട് പെർഫോം ചെയ്തു. പ്രത്യേകിച്ചും ഇതിൻ്റെ ആ സസ്പെൻഷൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വണ്ടി നല്ല സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്ത ആ ഒരു ട്രാക്ക്. പിന്നെ ഇതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ നോക്കി ബോർഡിൽ കണ്ട ഇനി എക്സ്ട്രാ 3 പോർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 വയർ പോർട്ടും പിന്നെ 2 2 വയർ പോർട്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇനി എക്സ്ട്രാ വിഞ്ച് വെക്കാനാണോ, ചെറിയ വണ്ടിയുണ്ട് വിഞ്ച് വെക്കാനായിരിക്കും, അല്ലെങ്കിൽ വേണമെങ്കിൽ എക്സ്ട്രാ ലൈറ്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്യാനായിരിക്കും. ഓൾറെഡി ഫുള്ള് ലൈറ്റാണ്, ഇനി വേണമെങ്കിൽ ഇനി ലൈറ്റ്സ് ഫിറ്റ് ചെയ്യാനായിരിക്കും എക്സ്ട്രാ പോർട്സ് ഉള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ MJX വേറെ വല്ല വണ്ടി ഇറക്കുന്നുണ്ടാവും ആ പോർട്സ് ഒക്കെ ഫില്ലാക്കിയിട്ട്. ശരിക്കും ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇൻഡോർ യൂസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ ഓഫ് റോഡ് യൂസിന് വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്. കാരണം പ്രത്യേകിച്ച് ചെറിയൊരു സ്കെയിലായ കാരണം. പിന്നെ വേറെ പറയാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഒരുവിധം ടോപ്പിക്കൊക്കെ നമ്മൾ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ മെൻഷൻ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ പ്രൈസ് നാട്ടിലിപ്പോൾ ഏകദേശം റീറ്റെയിൽ പ്രൈസ് വരുന്നത് 12,000 രൂപയ്ക്ക് അടുത്താണ് റേറ്റ് വരുന്നത്. അപ്പോൾ അതിന് എനിക്ക് വെർത്തായിട്ട് തോന്നി. കാരണം അതിനുള്ള പാർട്സ് ഉണ്ട് ഈ വണ്ടിയും. ഇത്രയും മെറ്റൽ പാർട്സും ഉണ്ട്, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ബ്രഷ്ലെസ് മോട്ടർ ഉണ്ട്. പിന്നെ ഒരു കാര്യം 2 സ്പീഡ് ഗിയർ ബോക്സ് ഒന്നുമില്ല കേട്ടോ. ഗിയർ ബോക്സിൽ മെയിനായിട്ട് ആ 3 മോഡ്സിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ബാക്കി വണ്ടികൾക്ക് ഗിയർ ബോക്സിൽ വരുന്നത് വെച്ചാൽ 2 സ്പീഡ് ഗിയർ ബോക്സ് വരണം. അപ്പോൾ സ്ലോ സ്പീഡും ഹൈ സ്പീഡും ഉണ്ടാവും. ആ ഒരു സംഭവം ഇതിലില്ല. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയാം, അങ്ങനെ സ്പീഡിൽ ഓടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്. പക്ഷേ ഇതൊരു ക്രോളറാണ്. ഇതിൻ്റേതായിട്ടുള്ള ഈ ഒരു സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ഡീസൻ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു ലൈക്കൊക്കെ അടിക്കും. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ നിങ്ങൾക്ക് ഇനി വേറെ വല്ല സജഷൻസ് ഉണ്ട്, വേറെ വല്ല വണ്ടികൾ മേടിച്ച് റിവ്യൂ ചെയ്യണമെന്ന് സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ്സ് മെൻഷൻ ചെയ്താൽ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലാണ്. ബൈ ബൈ.